Hey everyone, this is Akshay and you are watching Raspify. In today's video, we are diving into one of the most important chapters in class 10th Maths, which is pair of linear equation in two variables. So, without wasting much time, let's get started. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ കുറച്ച് മീനിങ്സ് ഉണ്ട്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്. ഈ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി 1 ഇക്വേഷൻസ് ആണ്. ഇനി ഡിഗ്രി 2 ഇക്വേഷൻസ് ഉണ്ട്, ഡിഗ്രി 3 ഇക്വേഷൻസ് ഉണ്ട്. ഡിഗ്രി 2 ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡിഗ്രി 3 ഇക്വേഷൻ ആണ് ക്യൂബിക് ഇക്വേഷൻ. ഇവിടെ ലീനിയർ ഇക്വേഷൻസ് ആയതുകൊണ്ട് ഡിഗ്രി 1 ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ടു വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എക്സും വൈയും ആവാം. അപ്പോൾ നമ്മൾ ഈ ജനറൽ ഫോമിൽ എഴുതുമ്പോഴത്തേക്കും എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഇക്വൽ ടു സി എന്ന് പറയും. ഇവിടെ എക്സും വൈയും വേരിയബിൾസ് ആണ്, എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. അങ്ങനെ എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഇക്വൽ ടു സി ആണ് ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോമുല. അത് നമ്മൾ പെയർസിൽ എഴുതുമ്പോഴത്തേക്കും a1 x plus b1 y ഈസ് ഇക്വൽ ടു c1 ആവും. പിന്നെ a2 x plus b2 y ഈസ് ഇക്വൽ ടു c2. ആക്ച്വലി നമ്മൾ ഈ പെയർസായിട്ട് രണ്ട് ഇക്വേഷൻസ് എഴുതിയത് അതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈന് ഗ്രാഫിൽ വരയ്ക്കുമ്പോഴത്തേക്കും ഈ സ്ട്രെയിറ്റ് ലൈന് എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യും. അതൊരു ഒരേ ഒരു കോമൺ പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്നാണ് ആ ലൈൻസിനെ പറയുന്നത്. ഇപ്പോൾ ഒരു ലൈനിൻ്റെ മോളിൽ കൂടെ ഒരു ലൈൻ പോവുകയാണെങ്കിൽ ഒരു കോയിൻസിഡൻറ്റ് ലൈൻസ് എന്ന് പറയും. അവിടെ കുറേ കോമൺ പോയിന്റ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി കുറേ കോമൺ പോയിന്റ്സും ആണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് പറയുന്നത്. പിന്നെ രണ്ട് പാരലൽ ലൈൻസ്, കോമൺ പോയിന്റും ഇല്ല, നോ സൊല്യൂഷൻസ് ആണ്. ഈ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയാലും ഈ കോയിൻസിഡൻറ്റ് ലൈൻസ് ആയാലും രണ്ടിനും സൊല്യൂഷൻസ് ഉണ്ട്. ഒരെണ്ണത്തിന് ഒരു സൊല്യൂഷനും ഉണ്ട്, ഒരെണ്ണത്തിന് ഇൻഫിനിറ്റ്ലി സൊല്യൂഷൻസ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും പറയുന്നതാണ് കൺസിസ്റ്റൻ്റ് എന്ന് പറയും. സൊല്യൂഷൻസ് ഉള്ളതുകൊണ്ട്. ഇനി പാരലൽ ലൈൻസിന് സൊല്യൂഷൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന് ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ കൺസിസ്റ്റൻസിയും ഇൻകൺസിസ്റ്റൻസിയും ചെക്ക് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ കൺസിസ്റ്റൻസിയും ഇൻകൺസിസ്റ്റൻസിയും ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്നും ഗ്രാഫ് വരച്ച് നോക്കാൻ പറ്റില്ല. അത് കുറേ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ അതിന് ജസ്റ്റ് ഒരു സിമ്പിൾ ഫോമുല ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് രണ്ട് ഇക്വേഷൻസ് എടുത്തേക്കാണ്. a1 x plus b1 y ഈക്വൽ ടു c1 a2 x plus b2 y ഈക്വൽ ടു c2. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ a1/a2 ഈസ് നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും, ഒരേ ഒരു സൊല്യൂഷനും കാണും. ഇപ്പോൾ a1/a2 ഈസ് ഇക്വൽ ടു b1/b2 ഈസ് ഇക്വൽ ടു c1/c2 ആണെങ്കിൽ അത് കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കും, അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസും കാണും. പിന്നെ a1/a2 ഈസ് ഇക്വൽ ടു b1/b2 ഈസ് നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ അതൊരു പാരലൽ ലൈൻസ് ആയിരിക്കും, സൊല്യൂഷനും കാണത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസും കോയിൻസിഡൻറ്റ് ലൈൻസും കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പാരലൽ ലൈൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ കണ്ടീഷൻസ് വെച്ച് നമുക്ക് കൺസിസ്റ്റൻസിയും ഇൻകൺസിസ്റ്റൻസിയും എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ മുമ്പ് തന്നേക്കുന്ന ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമുല ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. ആദ്യം അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഫോമുല അപ്ലൈ ആവൂ. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോൺസ്റ്റൻറ്റ് സി റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, RHSലായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ലീനിയർ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ മുമ്പായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് തെറ്റായിട്ടാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ആ കൺസിസ്റ്റൻസിയും ഇൻകൺസിസ്റ്റൻസിയും ചെക്ക് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾസ് ആയിട്ട് രണ്ട് ലീനിയർ ഇക്വേഷൻസ് എടുത്തിട്ടുണ്ട്. 2x + 3y = 1 4x + 6y = 2. ആദ്യം നമുക്ക് a1/a2 എടുക്കാം. a1/a2 എടുക്കാനായിട്ട് ഈ തന്നേക്കുന്ന ലീനിയർ ഇക്വേഷൻസ് നമ്മളെ ജനറൽ ഫോമിലായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. അതായത് a1x + b1y = c1. അതായത് a1 2 ആയിരിക്കും, പിന്നെ a2 4 ആയിരിക്കും. അപ്പോൾ 2/4 1/2 കിട്ടി. അടുത്തത് b1/b2 എടുക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ 3/6 കിട്ടും, അതും 1/2 കിട്ടി. പിന്നെ c1/c2 എടുക്കുമ്പോഴത്തേക്കും ഇതാണ് c1, ഇത് c1, ഇത് c2, 1/2 കിട്ടി. അപ്പോൾ എല്ലാം സെയിം ആയ സ്ഥിതിക്ക് a1/a2 = b1/b2 = c1/c2 ആയ സ്ഥിതിക്ക് കോയിൻസിഡൻറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി കോമൺ പോയിന്റ്സ് കാണും. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും, അതുകൊണ്ട് കൺസിസ്റ്റൻറ്റും ആണ്. അടുത്തത് ഈ ഇക്വേഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാരണം ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ആദ്യമേ നമ്മൾ ആ ഫോമുല അപ്ലൈ ചെയ്യാൻ മുമ്പ് സ്റ്റാൻഡേർഡ് ഫോമുല ആക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട്സ് തെറ്റായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമുല ആദ്യം ആക്കാം. അതായത് ഈ 2-നെടുത്ത് അപ്പുറത്തിട്ടു, അപ്പം -2 ആയി. ഈ 4-നെടുത്ത് അപ്പുറത്തിട്ടു, അപ്പം +4 ആയി. എന്നിട്ട് a1/a2 എടുത്തു, 7/49, അത് 1/2 ആണ്. b1/b2 എടുത്തപ്പോഴത്തേക്കും -3/6 - ആയി, 3/6 1/2 ആയി. ഇനി c1/c2 എടുക്കുമ്പോഴത്തേക്കും -2/4 ആണ്, -2/4 ആണ്. അപ്പോൾ -1/2 ആണ് വരുന്നത്. -1/2 1/2 സെയിം അല്ല. സോ a1/a2 = b1/b2 ഈസ് നോട്ട് ഈക്വൽ ടു c1/c2 ആണ്. അതുകൊണ്ട് തന്നെ അത് പാരലൽ ലൈൻസ് ആണ്, അതിനൊരു സൊല്യൂഷനും അല്ല, അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനും ചോദിച്ചേക്കണം.
അപ്പോൾ ആദ്യം തന്നെ ഇൻഫിനിറ്റ്ലി മെലി സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോമുല എന്തുവാണ്? A1/A2 = B1/B2 = C1/C2 ആണ്. സോ ആ ഫോമുല തന്നെ ഇതെടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ λ/2 = 3/-6, അതായത് എന്താ പറയുക, -1/2 = -7/14. അപ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും λ/2 = -1/2 = -1/2. അപ്പം താഴത്തെ എല്ലാം 2 ആണ്, അപ്പം മുകളിലത്തെ എല്ലാം -1 ആവണ്ടേ. സോ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും λ = -1 എന്ന് കിട്ടും. അതായിരിക്കും ലാംഡാൻ്റെ വാല്യൂ. ഇനിയിപ്പോൾ അടുത്തത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B ഫോർ ദി ഇക്വേഷൻ 2x + 3y = 7 ആൻഡ് a + x whole into x plus 2a - b the whole into y = 21 to represent coincident lines. അപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇത് രണ്ടും കോഇൻസിഡൻറ്റ് ലൈൻസ് ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പോൾ ആദ്യം തന്നെ കോഇൻസിഡൻറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എടുക്കാം, A1/A2 = B1/B2 = C1/C2. സോ ആ കണ്ടീഷനിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. 2/A + B = 3/2a - b = 7/21. 7/21 നമുക്ക് കട്ട് ചെയ്ത് 1/3 ആക്കാം. എന്നിട്ട് ആദ്യം ഈ 2/A + B = 1/3 എടുക്കാം. ആദ്യം ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ 3 അങ്ങോട്ട് പോവും, 6 ആവും. A + B ഇങ്ങോട്ട് പോവും, അപ്പോൾ A + B = 6 ആവും. അത് ഫസ്റ്റ് ഇക്വേഷൻ. എന്നിട്ട് അടുത്തത് ഈ 3/2a - b = 1/3 ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് ഈ 3 ഇങ്ങോട്ട് പോവും, 2a - b അങ്ങോട്ട് പോവും, അപ്പം 2a - b = 9 ആവും. അത് സെക്കൻഡ് ഇക്വേഷൻ ആവും. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ സോൾവ് ചെയ്യണം. അത് ആക്ച്വലി ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരിക. അത് ആക്ച്വലി അൾജിബ്രിക്കലി സോൾവ് ചെയ്യാൻ പറ്റും, അല്ലാതെ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അടുത്തത് നോക്കുമ്പോഴത്തേക്കും ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് ലൈൻ്റെ ഇക്വേഷനാണ്. 2x + y = 6 ഉം 2x - y + 2 = 0. അപ്പോൾ എന്നിട്ട് ആ ലൈൻസും എക്സ് ആക്സിസും കൊണ്ട് ഉണ്ടാക്കുന്ന ഏരിയനെ ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ 2x + y = 6 എന്ന് എഴുതുക. എന്നിട്ട് ഇത് ആക്ച്വലി സിമ്പിളാണ്. എന്നിട്ട് നിങ്ങളൊരു കുഞ്ഞു ബോക്സ് വരയ്ക്കുക, ഇതേപോലെ എക്സും വൈ എന്ന് ഇടുക. എന്നിട്ട് എക്സിന് ആദ്യം 0 എടുക്കുക. എക്സിന് 0 എടുക്കുമ്പോഴത്തേക്കും ഈ 2 × 0 അങ്ങ് പോവും. എന്നിട്ട് y = 6 ആവും. ഇതെവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് വൈന് 0 എടുക്കുക. വൈന് 0 എടുക്കുമ്പോഴത്തേക്കും 2x = 6 ആവും. അപ്പം x = 6/2 ആവും, അതായത് 3. എന്നിട്ട് ഈ കോളംസ് അങ്ങ് ഫില്ല് ചെയ്യുക. എന്നിട്ട് ആ രണ്ട് പോയിൻറ്റ്സ് ഇവിടെ അങ്ങ് എഴുതി വയ്ക്കുക. അടുത്ത ഇക്വേഷൻ എടുക്കുക. 2x - y + 2 = 0 അല്ലേ. ഈ +2ന് അപ്പുറത്തോട്ട് പോവാം, അപ്പോൾ -2 ആവും. എന്നിട്ട് ഇതേപോലെ കോളം വരയ്ക്കുക. എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് -y = -2 ആവും, അപ്പോൾ y = 2 ആവും. എന്നിട്ട് വൈന് 0 എടുക്കുമ്പോഴത്തേക്കും 2x = -2 ആവും, x = -2/2 ആവും, x = -1 ആവും. എന്നിട്ട് ഇതേപോലെ സൈഡിൽ അങ്ങ് എഴുതി വയ്ക്കുക. ഈ ടേബിളിൽ നിന്ന് കിട്ടിയതാണ് 0, 6 ഒരു പോയിൻറ്റും 3, 0 ഒരു പോയിൻറ്റും. ഇവിടെ കിട്ടണതാണ് 0,2 -1,0. എന്നിട്ട് ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് ആദ്യം ഈ ഇക്വേഷൻ്റെ 2 പോയിൻറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അടുത്ത ഇക്വേഷൻ്റെ 2 പോയിൻറ്റ് മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു ലൈനും ഈ എക്സ് ആക്സിസും, അതാണ് പറഞ്ഞേക്കണം. ഷെയ്ഡ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് ലൈൻസ് ആൻഡ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ഈ ലൈനാണ്, ഇത് 2 ലൈന്. അപ്പോൾ ഈ 2 ലൈനും എക്സ് ആക്സിസും ബൗണ്ട് ചെയ്യുന്ന ഏരിയ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു ട്രയാങ്കിൾ അല്ലേ. സോ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ½ × b × h ആവും, ½ × ബേസ് × ഹൈറ്റ്. അപ്പോൾ ബേസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1, 2, 3. അപ്പോൾ ഇത് ആക്ച്വലി 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ അടുത്തത് ഹൈറ്റ് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് 4 യൂണിറ്റ്സ് ആണ്. സോ ½ × 4 × 4, ഈ ഹാഫും 4ഉം കൂടെ ചേർത്ത് 2 ആവും. സോ 2 × 4 എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇതേപോലെ കണ്ടൻസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Until next time, keep learning smart and stay consistent. And as always, grasp it, own it, graspify it.